എൻ്റെ 15ാമത്തെ വയസ്സ്, ഞാൻ ഇപ്പോൾ SLC പഠിക്കുമ്പോഴാണ് അപ്പം മരിച്ചത്. അപ്പോൾ എനിക്ക് താങ്ങാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ സെമിനാരി പോയിട്ട് ഒറ്റക്കാണ് പോയത്. സെമിനാരി ചേർന്ന് കൊണ്ടൊന്നും ആക്കാൻ ആരില്ലായിരുന്നു. അപ്പം നിക്കറൊക്കെയിട്ടാണ് പോയത് അവിടെ സെമിനാരി. അവിടെ ചെന്നിട്ടാണ് മുണ്ടൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അപ്പനില്ലാതെ പറയാനായി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. അവരുടെ അമ്മയോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. എല്ലാം അപ്പനോടാണ് പറഞ്ഞ് ജീവിച്ചിരിക്കണത്. നിങ്ങളെല്ലാം അമ്മയോടല്ലേ പറയണത്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലാഞ്ഞ കാരണം എനിക്ക് അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രധാനമുള്ള കാര്യങ്ങളാണ് അമ്മയോട് പറയണത്, സ്വരത്തിലൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അപ്പനോടാണ് അതിലെല്ലാം പറയണത്. പക്ഷേ എനിക്ക് പറയാൻ ആളില്ലാതെ ഞാൻ ഇങ്ങനെ വിമ്മി പൊട്ടി ഇങ്ങനെ 2 മാസം സെമിനാരി കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ അതിനെ അതിജീവിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എനിക്കൊരു ബോധം തന്നതാണ്. അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നൊരു ഇടവക വികാരിയാക്കത്തില്ല. അപ്പൻ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, നീ മിഷണറി പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മിഷണറി തന്നെ പോയി ചേർന്നത്. അപ്പൻ്റെ ആഗ്രഹമുള്ള കാരണം ഞാൻ അപ്പം മരിച്ചിട്ടും ഞാൻ സെമിനാരി പോയി ചേർന്നത് മിഷണറിയിലാണ്. മിഷൻ കോഴിക്കോട് രൂപതയിലും അതുപോലെ തന്നെ IMSലൊക്കെയാണ് പോയി ചേർന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തോ എനിക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അതിൻ്റെ പേരിൽ ആണ് അവിടെ നിന്നെല്ലാം എന്നെ എടുത്തില്ല. അപ്പം ഞാൻ അവസാനം വന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആലപ്പുഴ ചേർന്നത്. ആലപ്പുഴ ചേർന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർഷിക ധ്യാനത്തിന് പോയപ്പോഴേ ഞാൻ എല്ലാ വർഷവും വാർഷിക ധ്യാനത്തിന് പോകുമ്പോൾ അന്തോണിസൂൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച പോരാൻ നേരത്തെ എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാൻ മുടങ്ങാതിരുന്നൊരു കാര്യമാണ്. ആലപ്പുഴ അന്തോണിസിൻ്റെ മുമ്പേ പ്രാർത്ഥിക്കും. എന്താ കാര്യം വെച്ചാൽ എന്നെ സെമിനാരിന്ന് റിജക്റ്റ് ചെയ്ത് എനിക്ക് ആലപ്പുഴ സെമിനാരി എന്നെക്കൊണ്ട് ആക്കാനോ പറയാനോ ആരുമില്ല. അപ്പം ഞാൻ അന്തോണിസിനടുത്ത് എൻ്റെ SLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എന്നിട്ട് കർത്താവിൻ്റെ മാല അറിയത്തുള്ളായിരുന്നു. കർത്താവിൻ്റെ മാല ചെന്നിട്ട് കിഴക്കുവശത്താണ് അന്നത്തെ ബിഷപ്പ് ഹൗസ്, ആലപ്പുഴ ഓർഫനേജിൻ്റെ കിഴക്കുവശത്ത്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ സ്റ്റെയർകേസിൽ നിൽക്കും. ആരാണ്? അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്നൊരു അച്ഛൻ ഇറങ്ങി വരും. എന്താടാ വന്നെന്ന് ചോദിച്ചു. എന്നെ അറിയത്തില്ല, ഞാൻ സെമിനാരി ചേരാൻ വന്നു. അതിൻ്റെ സമയം കഴിഞ്ഞില്ല എന്ന് പറയും. എന്നാലും ഈ അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ബിഷപ്പിനെ കാണിക്കും, അന്നത്തെ ആറോളം പിതാവിനെ. അപ്പോൾ എന്നിട്ട് വിളിക്കാൻ പറയും. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ചേർന്ന ആളാണ്. അപ്പോൾ അന്തോണിസാണ് എന്നെ ചേർത്തത്. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും അന്തോണിസിൻ്റെ അടുത്ത് വാർഷിക ധ്യാനം കഴിയണതിൻ്റെ തലേദിവസം അന്തോണിസിൻ്റെ അടുത്ത് പോയി നന്ദി പറയും. ഇത് പിന്നെ ഞാൻ സെമിനാരി പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. രാത്രി 2 മണിക്ക് 3ാമത്തെ നിലയിൽ കൂടി കയറി മച്ച കയറിയിട്ട് ഒറ്റക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ കഴിഞ്ഞ വ്യാഴാഴ്ച ആ സെമിനാരിയുടെ 3ാം നിലയിൽ പോയി ഒരു ജപമാല എത്തിച്ചിട്ട് പോരും. നമ്മൾ ദൈവം നമ്മൾ കണ്ടുമുട്ടിയ നമ്മുടെ സ്ഥലങ്ങളാണൊക്കെ. ഈ യാക്കോബിന് ബെദ്ദേരി പോലെയാണ് എനിക്ക് സെമിനാരിയുടെ 3ാം നില എന്ന് പറയുന്നത്. ഞാൻ അന്ന് അവിടെ കയറാൻ പറ്റത്തില്ല. ഞാനൊരു ഏണിയായിരുന്നു. അത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറി പോകണമായിരുന്നു. അവിടെ പോയി ഇരിക്കും. കുറേ നേരം നിലാവിൽ നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് എടുത്തപ്പോൾ ഇപ്പം ഞാനൊരു മിഷണറി പോലെ തന്നെയാണ്. അത് ഇടവക കാര്യമാണ്. അപ്പോൾ ദൈവം വിചാരിച്ച ഇതെല്ലാം നടക്കും. പക്ഷെ അപ്പനുണ്ടെങ്കിൽ ഈ ഇടവക വികാരിയായിട്ട് വിടത്തില്ല. അപ്പം പല ഇടവക വികാരിയുമായിട്ട് ഗുസ്തിയായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംഘത്തിൻ്റെയൊക്കെ വലിയ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയൊക്കെ ബോർഡ് മെമ്പറായിരിക്കും. പിന്നെ പള്ളിയിലെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഈ പള്ളിയിലെ ഒരു വേറെ സെറ്റപ്പാണല്ലോ. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഈ അന്തോണിസിൻ്റെ അടുത്ത് ചെല്ലാനും ഒറ്റക്ക് പ്രാർത്ഥിക്കാനും. അപ്പോൾ ഒറ്റക്ക് ദൈവവിളി സ്വീകരിച്ച കാരണം കർത്താവ് എനിക്ക് അന്ന് തന്നെ നല്ല ധൈര്യം തന്നു. അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ അകത്ത് നന്ദിയുണ്ട് ദൈവത്തോട്. കാര്യം എന്താണ്? അപ്പനുണ്ടെങ്കിൽ എല്ലാം അപ്പൻ ചെയ്യും. നമുക്ക് ആരും ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരികയില്ല. ഞാനിന്ന് ദൈവത്തിൽ ആശ്രയിച്ച പോലും അപ്പനില്ലാഞ്ഞ കൊണ്ടാണ്. അപ്പോൾ എന്താണ്? നന്ദിയാണ്. ഇപ്പം പണ്ട് നിലവിളിച്ച കാര്യത്തിൽ ഇപ്പം ഞാൻ നന്ദി പറയണേ. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം വെച്ചുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കരുത്. നന്ദി പറഞ്ഞാൽ മതി. അതിനകത്ത് എന്തെങ്കിലും കാര്യം നന്ദിയുടെ ഉണ്ടാകും.